കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിക്കായി പാർലമെന്റിൽ പ്രതിഷേധം ശക്തം. 4ാം ദിവസവും ഇരു സഭകളും സ്തംഭിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചെങ്കിലും മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. सरकार सदन में भरपूर इसका चर्चा करने के लिए तैयार है. कृपया आप सब लोग अपना आसन पर जाकर बैठिए प्लीज. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ തുടർച്ചയായ 4ാം ദിവസവും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം നടുത്തളത്തിൽ മുദ്രാവാക്യങ്ങളുമായി നിലയുറപ്പിച്ചു. പലതവണ സീറ്റുകളിലേക്ക് മടങ്ങാൻ സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ല. ഉപാധികളോട് ചർച്ച വേണമെന്ന ആവശ്യം അംഗീകരിക്കില്ല എന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. आपका जो इंटेंशन है वो ठीक नहीं है क्योंकि आप चर्चा को रोकना चाहते हैं. ജെ.പി. നദ്ദയും പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. विपक्ष का व्यवहार बहुत ही गैर जिम्मेदाराना है. ये न चर्चा चाहते हैं न ही हाउस को चलने देना चाहते हैं. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എംപിമാർക്ക് എതിരായ പോലീസ് നടപടിയിൽ അവകാശ ലംഘനത്തിന് ഹൈബി ഈഡൻ എംപി ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സഭാ നടപടികൾ തടസ്സപ്പെടും എന്ന ഉറപ്പ്. കൂടുതൽ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ഉണ്ടാകും എന്നും പ്രതിപക്ഷ നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.